ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 7ാമത്തെ ശ്ലോകം നോക്കാം. ത്യക്ത്വാ തം ഹതമാശു രക്തലഹരീ സിക്തോന്നമദ്വർഷ്മണീം പ്രത്യുൽപത്യദ് സമസ്തദൈത്യപടലീം ചാഖാദ്യമാനേ ത്വയി ഭ്രാമ്യത് ഭൂമി വികമ്പിതാംബുധികുലം വ്യാലോലശൈലോത്കരം പ്രോത്സർപ്പത്ഖചരം ചരാചരമഹോ ദുസ്ഥാമവസ്ഥാം തഥൗ. ഈ ഒരു ശ്ലോകത്തിൽ ഇവിടെ ഭഗവാന് ഒരു അസുരനായിട്ട് അധമനായിട്ട് പോലും ആ ഹിരണ്യകശിപുവിനോട് കാരുണ്യം കാണിച്ചതായിരുന്നു കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു നിർത്തിയത്. ഇനി ഹിരണ്യകശിപുവിനോട് മാത്രമല്ല, അധമന്മാരോട് ചേർന്ന് നിൽക്കുന്നവരും അധമന്മാരാണ്. അപ്പോൾ അവരോടും ഭഗവാൻ കാരുണ്യം കാണിക്കുന്നുണ്ട്. ഭഗവാൻ ഒരു പക്ഷാഭേദവുമില്ല. അധമനാണെങ്കിൽ അതെല്ലാവരും, എല്ലാ അധമന്മാരോടും ഭഗവാന്റെ നിലപാട് ഒന്ന് തന്നെയാണ്. ഭഗവാൻ അവരോടുമൊക്കെ കാരുണ്യം കാണിക്കുന്നുണ്ട് എന്ന് കാണിച്ചു തരികയാണ് ഈ ഒരു ശ്ലോകം. പറയാണ്, ത്യക്ത്വാ തം ഹതമാശു. ത്യക്ത്വാ വിടുവിച്ചു, തം അവനെ, ആരെ? ആ ഹിരണ്യകശിപുവിനെ. കാരണം എന്തേ? ഹതമാശു. ഹതം ആശു. ആശു പെട്ടെന്ന് തന്നെ, ഹതം കൊന്നു. വളരെ പെട്ടെന്ന് തന്നെ പിളർന്ന ആ ഹിരണ്യകശിപുവിനെ കൊന്നുകളഞ്ഞു. ധാരാളം രക്തം കുടിക്കുകയും ചെയ്തു. അതിനുശേഷം രക്തലഹരീ സിക്തോന്നമദ്വർഷ്മണി. രക്തലഹരീ സിക്തോന്നമദ്. രക്തലഹരീ സിക്ത, ആ ചോരയാൽ അങ്ങനെ കുതിർന്നതായിട്ടുള്ള, ചോര കുടിച്ച് അങ്ങനെ കുതിർന്നതായിട്ടുള്ള, സിക്ത എന്ന് പറഞ്ഞാൽ അതിലങ്ങനെ നനഞ്ഞു പോയതായിട്ടുള്ള, കുതിർന്നതായിട്ടുള്ള ഉന്നമത് വർഷ്മണി. ആ പൊന്തി ഇങ്ങനെ മുകളിലേക്കും താഴേക്കുമൊക്കെ പൊങ്ങി ഉയരുകയും താഴുകയും ചെയ്യുന്ന ആ ഭഗവാന്റെ ആ മാറിടത്തോടുകൂടി ഉന്നമത് വർഷ്മണി. ഇവിടെ ആ പൊങ്ങിയും താണുമൊക്കെ വർത്തിക്കുന്ന ആ ശരീരം എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ആ ഒരു ക്രോധത്താലുള്ള കിതപ്പ് മാറിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ ആ ഒരു ശരീരത്തോടുകൂടി വീണ്ടും ഉയർന്നും പൊങ്ങിയും താണുമൊക്കെ എന്താ ചെയ്തത്? പ്രത്യുൽപത്യ സമസ്ത ദൈത്യപടലീം. പ്രത്യുൽപത്യ പിടിച്ചങ്ങോട്ട് തിന്നു. ആരെയാണ്? സമസ്ത ദൈത്യപടലീം. സമസ്ത എന്ന് പറഞ്ഞ എല്ലാ ദൈത്യപടലീം, അസുരന്മാരെ മുഴുവനും അങ്ങോട്ട് പിടിച്ചു തിന്നാൻ തുടങ്ങി. അപ്പോൾ ഭഗവാന് കലി അടങ്ങിയിട്ടില്ല. ആ ക്രോധത്തിൻ്റെ മൂർധന്യത്തിൽ നിന്നിരുന്ന ഭഗവാന് ആ ഹിരണ്യകശിപുവിനെ അങ്ങോട്ട് താഴേക്ക് ഇട്ടിട്ട് അവിടെ നിന്ന് അങ്ങനെ വല്ലാതെ നെഞ്ച് അങ്ങനെ കിതയ്ക്കുകയാണ്. ആ കോപം കൊണ്ടുള്ള ആ ഒരു കിതപ്പ്, അങ്ങനെ ആ കോപത്താൽ ഭഗവാന് കുതിച്ചു മുകളിലേക്കും താഴേക്കുമൊക്കെ ചാടിയും പൊങ്ങിയുമൊക്കെ അവിടെ കണ്ട എല്ലാ അസുരന്മാരെയും പിടിച്ച് തിന്നുവാൻ തുടങ്ങി. എന്നിട്ടോ ചാഖാദ്യമാനേ ത്വയി. ഇങ്ങനെ ഭഗവാനെ അവിടുന്ന് ഈ അസുരന്മാരെയൊക്കെ, ഈ അസുര സമൂഹത്തെ ഒന്നാകെ തന്നെ അവിടുന്ന് ഇങ്ങനെ പിടിച്ച് ഓരോരുത്തരെയായി പിടിച്ച് തിന്നുകൊണ്ടിരിക്കുമ്പോൾ ആ തിന്നുന്ന സമയത്ത് ഭൂമിയിൽ പോലും, ഈ പ്രപഞ്ചത്തിൽ പോലും അതിൻ്റേതായ ചലനങ്ങൾ കണ്ടു തുടങ്ങിയല്ലോ ഭഗവാനെ. എന്താ ത്വയി, അങ്ങ് അല്ലയോ ഭഗവാനെ, അവിടുന്ന് അങ്ങനെ ചെയ്തപ്പോൾ ആ അസുരന്മാരെയൊക്കെ ഒന്നൊന്നായി ഉയർന്ന് ചാടി പൊങ്ങിയൊക്കെ എല്ലാവരെയും പിടിച്ചങ്ങോട്ട് തിന്നപ്പോൾ ഭ്രാമ്യത് ഭൂമി വികമ്പിതാംബുധികുലം. ഭ്രാമ്യത് ഭൂമി, ഭ്രാമ്യത് ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങി ഭൂമി. വികമ്പിതാംബുധികുലം, വികമ്പിത അംബുധികുലം, സമുദ്രങ്ങളൊക്കെ എന്താ ചെയ്തത്? സമുദ്രത്തിലും ആ ഒരു വിറയലിൻ്റെ അലകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇളക്കി മറിയാൻ തുടങ്ങി സമുദ്രമൊക്കെ. പിന്നെയോ ഭഗവാനെ വ്യാലോല ശൈലോത്കരം, പർവ്വതങ്ങളൊക്കെ, ശൈലം എന്നാൽ പർവ്വതങ്ങളൊക്കെ എന്താ ചെയ്ത്? കുലുങ്ങിത്തെറിക്കുവാൻ തുടങ്ങി ഭഗവാനെ.
പ്രോത്സർപ്പത് ഖചരം ചരാചരമഹോ പ്രോത്സർപ്പത് ഖചരം. ഗോളങ്ങൾ, ഈ നക്ഷത്ര സമൂഹങ്ങളൊക്കെ അങ്ങനെ സ്ഥാനം തെറ്റി താഴെ വീഴുകയും ചെയ്യുന്നു. ചരാചരമഹോ, ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങൾക്കും ദുസ്താമവസ്ഥാം ദധോ, വളരെ ഭയങ്കരമായ, ദയനീയമായ, ഭീതിതമായ ഒരു ദുഃഖാവസ്ഥയെ പ്രാപിക്കുകയും ചെയ്തുവല്ലോ ഭഗവാനെ. ഭഗവാൻ സ്വയം രോഷാകുലനായി മാറിയപ്പോൾ, ഭഗവാൻ സ്വയം കാലനായി മാറിയപ്പോൾ ഈ പ്രപഞ്ചം ഒന്നാകെ കിടുങ്ങി വിറച്ചു. സമുദ്രങ്ങൾ ആകെ ഇളക്കി മറിഞ്ഞു. ഭൂമിദേവി ഭയന്നു വിറയ്ക്കാൻ തുടങ്ങി. ഗോളങ്ങൾ, നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ സ്ഥാനം തെറ്റി താഴെ വീഴുവാൻ തുടങ്ങി. ഭഗവാനെ, ഈ ചരാചരങ്ങൾക്കൊക്കെ, അങ്ങയുടെ സൃഷ്ടികളായിട്ടുള്ള ഈ ചരാചരങ്ങളൊക്കെ അനുഭവിച്ചത് ഒരു വല്ലാത്ത സങ്കടകരമായ അവസ്ഥയായിരുന്നു ഭഗവാനെ. അവിടുന്ന് മാത്രം ആശ്രയമായിട്ടുള്ളപ്പോൾ അവിടുന്ന് തന്നെ ഒരു സംഹാരമൂർത്തിയായി മാറിയ അവസ്ഥയിൽ ഈ പാവം ചരാചരങ്ങളൊക്കെ ഭഗവാനെ ആരെ ആശ്രയിക്കേണ്ടു എന്നറിയാതെ, അവിടുത്തെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ അവർ വല്ലാതെ ദുഃഖിച്ചിരിക്കുകയായിരുന്നു. അവരുടെ ഒരു അവസ്ഥ ഭയങ്കരമായിരുന്നു ഭഗവാനെ, ഭയങ്കര കഷ്ടമായിരുന്നു ഭഗവാനെ. അവിടുന്നല്ലേ ഉള്ളൂ ഈ സർവചരാചരങ്ങൾക്കും ആശ്രയമായിട്ടുള്ളത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ത്യക്ത്വാ തം ഹതമാശുരക്തലഹരീ സിക്തോന്നമദ്വർഷ്മണി പ്രത്യുൽപത്യ സമസ്തദൈത്യപടലീം ചാഖാദ്യമാനേ ത്വയി ഭ്രാമ്യത് ഭൂമിവികമ്പിതാംബുധികുലം വ്യാലോലശൈലോത്കരം പ്രോത്സർപ്പത് ഖചരം ചരാചരമഹോ ദുസ്താമവസ്ഥാം ദധൗ. ഇവിടെ നോക്കൂ, ഭഗവാൻ എത്ര കാരുണ്യവാനാണ്. ആ ഹിരണ്യകശിപുവിനോട് ചേർന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇത്രയേറെ അസുരന്മാർക്ക് കൂടി അവിടുത്തെ കയ്യാൽ ഒരു മരണം, ഒരു മോക്ഷം നൽകിയുണ്ടായി അവിടുന്ന്. ഹിരണ്യകശിപു ആകട്ടെ സദാ അവിടുത്തെ തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. കാരണം അധമനാണ്, അസുരനാണ്. അതുകൊണ്ട് തന്നെ ശത്രുഭാവത്തിൽ സദാ അങ്ങയെ തന്നെ വിചാരം ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഹിരണ്യകശിപു. ആ ഭഗവാനെ തന്നെ സദാ വിചാരം ചെയ്തുകൊണ്ടിരുന്ന ആളിനോട് സംഘത്തിലിരുന്നത് കൊണ്ട് തന്നെ, ആ ആളിനോട് ചേർന്ന് നിന്നതുകൊണ്ട് തന്നെ മറ്റുള്ള അസുരന്മാർക്കും ഭഗവാനെ മോക്ഷത്തിലേക്ക് എത്തുവാൻ കഴിഞ്ഞുവല്ലോ. അവിടുന്ന് ആരോടും പക്ഷാഭേദമൊന്നും കാണിച്ചില്ല. അസുരനായിരുന്നാൽ എന്താ ഭഗവാനെ, അവിടുത്തെ കൃപാ കടാക്ഷത്തിന് അവരുമൊക്കെ പാത്രീഭവിച്ചുവല്ലോ. നോക്കൂ, ഏതെല്ലാം കുലത്തിൽ ജനിച്ചോട്ടെ, നമുക്കറിയാം കുരങ്ങായിട്ട് ജനിച്ചതായിരുന്നു. എന്നിട്ടും ഭഗവാനെ അങ്ങയോട് ചേരുവാനുള്ള ഒരു കാരുണ്യം അവിടുന്ന് സത്യഭാമയ്ക്ക് കൊടുത്തതുപോലെ, തന്നോട് ചേർത്ത് വെക്കുവാൻ ഭഗവാൻ കാരുണ്യം കാണിച്ചതുപോലെ കുരങ്ങായിരുന്നാൽ എന്ത്. അതേപോലെ തന്നെയാണ് നമ്മൾ നോക്കിയാൽ നരകാസുരൻ്റെ തടവറയിൽ 16,000-ഓളം ഗോപസ്ത്രീകളെ കൊണ്ടുവന്ന് തടക്കലിൽ പാർപ്പിച്ചിരുന്നു. ആ ദാസി സ്ത്രീകളെ ഭഗവാൻ പോയി മോചിപ്പിച്ച് എത്രയോ കാലം ആ തടവറയിൽ അവർ ദുഃഖം അനുഭവിച്ചു കഴിഞ്ഞു. പക്ഷെ ആ ദുഃഖം കൊടുത്തപ്പോഴും ഭഗവാൻ അതിനപ്പുറം ഒരു നന്മ അവർക്ക് വേണ്ടി കരുതിയിരുന്നു. ഭഗവാൻ നേരിട്ട് പോയി ആ തടവറയിൽ നിന്നും അവരെ മോചിപ്പിച്ച് തന്നോടൊപ്പം കൂട്ടിയ മഹാകാരുണ്യശാലിയാണ് ഗുരുവായൂരപ്പന്. അപ്പോൾ ജനിക്കുന്ന കുലം വിഷയമല്ല. ദുഃഖങ്ങളിലൂടെ, ഓരോ ദുഃഖങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഭഗവാൻ അതിനപ്പുറം ഒരു സുഖം കരുതിയിട്ടുണ്ടെന്നറിയണം. ഇവിടെ പ്രഹ്ലാദൻ സങ്കടകരമായ അവസ്ഥയിലൂടെ ഏറെ കടന്നുപോയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഭഗവാൻ ഒന്ന് കരുതിയിരുന്നു. അതിനപ്പുറത്ത് ആ സങ്കടകരങ്ങളായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും ഭഗവാൻ ഉറപ്പാക്കി തൻ്റെ കൈകളിൽ ആ ഭദ്രമാണ് ആ ഭക്തപ്രഹ്ലാദൻ എന്ന്. അതിനുശേഷം ഇനിയും ഈ ദുഷ്ടതയെ, ഈ അധമപ്രവൃത്തിയെ വളരാൻ അനുവദിച്ചുകൂടാ, ഇതിക്കുമേൽ എന്ന് തോന്നിയിട്ട് ഭഗവാൻ ഹിരണ്യകശിപുവിനെ അവിടെ വെച്ച്
നിഗ്രഹിച്ച് ആ ഹിരണ്യകശിപുവും തന്നെ സദാ വിചാരം ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ തൻ്റെ കൈകൊണ്ട് തന്നെ ഒരു മരണം കൊടുത്ത് മോക്ഷത്തിലേക്ക് കൊണ്ടുവരണമെന്ന് തോന്നി. ഭക്തൻ്റെ പാദങ്ങളെ പിടിച്ച മുതലയ്ക്ക് മോക്ഷം കൊടുത്തു ഭഗവാൻ ഗജേന്ദ്രമോക്ഷം ലീലയിലൂടെ. ഇവിടെയും ആ ഹിരണ്യകശിപുവിനോട് ചേർന്നിരുന്ന മറ്റുള്ള അസുരന്മാർക്കും ഭഗവാനെ അവിടുന്ന് മോക്ഷം കൊടുത്തുവല്ലോ. അവിടുത്തെ കാരുണ്യം വർണ്ണിക്കാവതല്ല ഭഗവാനെ. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. ത്യക്ത്വാ തം ഹതമാശുരക്തലഹരീ സിക്തോന്നമദ്വർഷ്മണി പ്രത്യുൽപത്യ സമസ്തദൈത്യപടലീം ചാഖാദ്യമാനേ ത്വയീം ഭ്രാമ്യദ്ഭൂമിവികമ്പിതാംബുധികുലം വ്യാലോലശൈലോത്കരം പ്രോത്സർപ്പദ്ഖചരം ചരാചരമഹോ ദുസ്ഥാമവസ്ഥാം ദധൗ. ഇവിടെ ഈ ഒരു അധമനെ ഇല്ലാതെയാക്കുന്നത് വഴി ഭൂമിക്ക്, അതേപോലെ തന്നെ മറ്റ് സമുദ്രങ്ങൾക്ക്, നക്ഷത്രങ്ങൾക്കൊക്കെ, എന്തിനേറെ നമ്മൾ ആദ്യം കണ്ടിരുന്നു ബ്രഹ്മാവ് പോലും തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് ചലിച്ചുപോയി എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഘോരമായ ഒരു ഗർജനവും ഭഗവാന്റെ ലീലയുമൊക്കെ അത്രമാത്രം ഒരു ഭയാനകമായിരുന്നു. അങ്ങനെയുള്ളിടത്ത് ഈ വലിയൊരു അസുരനെ ഇല്ലാതെയാക്കുമ്പോൾ ഇതുപോലെയുള്ള മറ്റു പല പാർശ്വ ഫലങ്ങളും അതിനോടൊപ്പം വരുന്നുണ്ടാവാം. ഭൂമിയിലും സമുദ്രത്തിലും ഒക്കെ ഉണ്ടാകുമ്പോഴും ഭഗവാനെ അവിടുത്തെ ലക്ഷ്യം ഒന്നു മാത്രമാണ്, ദുഷ്ടനിഗ്രഹവും ശിഷ്ട സംരക്ഷണവും. ഇവിടെ ഈ ഹിരണ്യകശിപുവിനെ ഇല്ലാതെയാക്കുമ്പോൾ ഹിരണ്യകശിപുവിൻ്റെ തിന്മയുടെ വലിപ്പമാണ് ഈ പ്രപഞ്ചത്തിൽ ഒന്നാകെ ആ സമയത്ത് മാറ്റൊലിക്കൊണ്ടത്. കാരണം അതുകൊണ്ടാണ് ഇതിന് ഇത്രമാത്രം ഒരു ഇളക്കവും. അത്രയും നമ്മൾ ഒരു ചെറിയൊരു ഉറുമ്പിനെ കൊല്ലുവാൻ നമുക്ക് ഊർജം കുറച്ചു മതി. പക്ഷെ ഒരു വലിയൊരു ആനയെ കൊല്ലണമെങ്കിലോ അതിനനുസരിച്ച് ഊർജം അവിടെ ഇറക്കേണ്ടി വരുന്നു. ഇതേപോലെ ഒരു ചെറിയൊരു നിഗ്രഹം ചെയ്യുന്നത് പോലെയല്ല വലിയൊരു അസുരനെ, അത് ശരീരത്തിൻ്റെ വലിപ്പത്തേക്കാളേറെ, ശരീരത്തിൻ്റെ വലിപ്പം നോക്കിയാൽ ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു ഭഗവാൻ ആകാശം മുട്ടെ വളർന്നു നിൽക്കുകയാണ്. അപ്പോൾ ശരീരത്തിൻ്റെ വലിപ്പമല്ല, മറിച്ചോ ഈ ഹിരണ്യകശിപുവിൻ്റെ തിന്മയുടെ വലിപ്പം കണക്കാക്കുമ്പോൾ അത്രയും വലിയ ഒരു അധർമ്മിയെ, അധമത്തിൻ്റെ മൂർധന്യ സ്വരൂപത്തെ ഇല്ലാതെയാക്കുമ്പോൾ അതിനനുസരിച്ച് ഇപ്പുറത്ത് ഉണ്ടാകുന്ന ചലനങ്ങൾ, പ്രകമ്പനങ്ങളും അതുപോലെ തന്നെ വലുതായിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു അധർമ്മത്തിൻ്റെ സ്വരൂപം വീണപ്പോൾ ആ സ്വരൂപത്തെ, അല്ലെങ്കിൽ ആ ഹിരണ്യകശിപുവിനെ താഴേക്കിട്ടിട്ട് മറ്റുള്ള അസുരന്മാരെ പിടിച്ച് തിന്നാൻ പോയപ്പോൾ ഭൂമി ഒന്നാകെ വിറച്ചതും സമുദ്രങ്ങൾ ഇളകിമറിഞ്ഞതും നക്ഷത്ര സമൂഹങ്ങളിൽ പോലും ഈ ഒരു പ്രകമ്പനം കണ്ടതും. ഇനിയും ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: രക്തലഹരി സിക്തോന്നമദ്വർഷ്മണി. ഇവിടെ രക്തലഹരി സിക്ത, അത് കഴിയുന്നതും ചേർത്ത് തന്നെ അത്രയും വായിക്കാൻ ശ്രമിക്കുക. അവിടെ സിക്ത ഉന്നമദ്വർഷ്മണിയാണ്. അപ്പോൾ സിക്തോന്നമദ്വർഷ്മണി അത് ശ്രദ്ധിക്കുക. പിന്നെ സമസ്ത ദൈത്യ പടലീം, പദങ്ങൾ എളുപ്പമുള്ളതാണ്, അതുകൊണ്ട് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു. അതുപോലെ വികമ്പിതാംബുധികുലം, വ്യാലോല ശൈലോത്കരം, ഇതെല്ലാം ചേർത്ത് വായിക്കേണ്ടതാണ്. ഇത് ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കുവാനുള്ളത്. ഇവിടെ നോക്കൂ, പ്രപഞ്ചത്തിൽ ഈ സർവചരാചരങ്ങൾക്കും ദുസ്ഥാം അവസ്ഥാം ദധൗ, ഇതെല്ലാം ഇങ്ങനെ ഒരു സങ്കടകരമായ ഒരു അവസ്ഥയെ കൊടുക്കുമ്പോഴും എൻ്റെ ഭഗവാനെ അവിടുന്ന് ഈ ലോകത്തിൻ്റെ തന്നെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ചരാചരങ്ങൾക്കൊക്കെ ഇതുപോലത്തെയൊക്കെയുള്ള ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. ഇങ്ങനെയൊരു അധമനെ, അസുരനെ ഈ ഭൂമിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ 3 ലോകങ്ങൾക്കും ദോഷം ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട്
ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഭഗവാനെ അവിടുന്ന് ഈ ഒരു അസുരനെ ഇല്ലാതെയാക്കിയത്, അല്ലെങ്കിൽ സർവ്വചരാചരങ്ങൾക്കും ചെറിയൊരു വിഷമം അനുഭവിക്കേണ്ടി വന്നത്. ഭഗവാൻ ഇതുപോലെ തൻ്റെ ഭക്തർക്ക്, തൻ്റെ പ്രജകൾക്ക് ചെറിയ ചെറിയ സങ്കടങ്ങളെ കൊടുക്കുന്നത് വലിയ വലിയ സന്തോഷങ്ങളെ നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഈ ഗോപസ്ത്രീകളെയൊക്കെ ഭഗവാൻ ഇവിടെ നിന്ന് വിട്ടിട്ട് പോകുമ്പോൾ ഗോപസ്ത്രീകൾക്ക് ആ ചെറിയൊരു സങ്കടം കൊടുത്തുവെങ്കിലും ആ വിരഹ ദുഃഖത്തിലൂടെയും അവർ പൂർണ്ണമായും ആത്മജ്ഞാനത്തിലേക്ക് ഉയരുകയായിരുന്നു. കാരണം അത്ര നാളും അത് ശരിക്കും അനുഭവിച്ചറിയുകയായിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം അത്ര നാളും അവരൊന്നും വേദം പഠിക്കുകയോ അല്ലെങ്കിൽ ഉപനിഷത്തുകൾ പഠിക്കുകയോ ഒന്നും ചെയ്തിട്ടായിരുന്നില്ല. പക്ഷെ ഭഗവാന്റെ സാമീപ്യം ഒന്നുകൊണ്ട് തന്നെ നേടിയിരുന്ന ആ ബ്രഹ്മജ്ഞാനത്തെ ഒരു സങ്കടം കൊടുത്തതിലൂടെ അവരിൽ നിന്നും വിട്ട് മധുരയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ അത് പൂർണ്ണമായും ശോഭിക്കുകയായിരുന്നു. എന്താ പറഞ്ഞത്? ആ ഗോപസ്ത്രീകൾക്ക് മറ്റൊന്നും വേണ്ടായിരുന്നു. ഭഗവാൻ വിട്ടുപോയപ്പോൾ ഭഗവാനെ ഒന്ന് കാണുക. അങ്ങനെ ആദ്യം തുടങ്ങിയ ആ ഗോപസ്ത്രീകൾ ഒടുവിൽ സർവ്വതിലും ഭഗവാനെ കാണുവാൻ തുടങ്ങി. തങ്ങളെടുക്കുന്ന പാലിലും തൈരിലും എല്ലാത്തിലും ഭഗവാനെ കാണുവാൻ തുടങ്ങി. പാലും തൈരുമൊക്കെ അവർ ഗോവിന്ദ, ദാമോദര എന്നൊക്കെ പറഞ്ഞ് വിളിക്കുവാൻ തുടങ്ങി. ആ ഒരു ആത്മജ്ഞാനത്തെ അതിൻ്റെ പരിപൂർണതയിൽ എത്തിക്കുന്നതിന്, സർവ്വതിലും ഈശ്വരനെ കാണുന്നതിന്, അതിലൂടെ ആത്മസംതൃപ്തി കൈവരിക്കുന്നതിന് ഭഗവാൻ അവരെ പ്രാപ്തരാക്കുകയായിരുന്നു. ഇതേപോലെ നമ്മൾ നോക്കിയാൽ സത്യഭാമയുടെ പിതാവിന് അങ്ങനെ ഒരു സങ്കടത്തെ കൊടുത്തു എങ്കിലും ആ സങ്കടത്തിലൂടെ സത്യഭാമയ്ക്ക് ഭഗവാനോട് ചേരാനായി എന്നുള്ളത് അത് ഭഗവാന്റെ ഒരു കാരുണ്യമായിരുന്നു. ഇതുപോലെ ഭഗവാൻ ചെറിയ ചെറിയ സങ്കടങ്ങളെയൊക്കെ കൊടുക്കുന്നത് എപ്പോഴും അതിനപ്പുറത്ത് ഭഗവാൻ വലിയൊരു സന്തോഷത്തെ കരുതി വെച്ചിട്ട് തന്നെയാണ്. ഇവിടെ ആ ഒരു കാരുണ്യമാണ് മറ്റുള്ള ദൈത്യന്മാരോടൊപ്പം ആ ഹിരണ്യകശിപുവിനും ഭഗവാൻ കരുതി വെച്ചത്. ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടാവാം. എന്താ, ഈ സർവ്വചരാചരങ്ങൾക്കും, ഈ ഭൂമിക്കും സമുദ്രത്തിനും സർവ്വഗോളങ്ങൾക്കും ഒക്കെ ആ ഒരു സങ്കടം അനുഭവിക്കേണ്ടി വരുന്നുണ്ടാവാം. പക്ഷേ ആത്യന്തികമായി നോക്കിയാൽ അതും ഭഗവാന്റെ കാരുണ്യമാണ്. എന്താണെന്ന് വെച്ചാൽ ലോകോപകാരപ്രദമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ നേരിയ സങ്കടത്തിൻ്റെ അലയൊലികൾ മറ്റുള്ളവരിലേക്ക് പോയേക്കാം. പക്ഷേ ഇതേപോലെ ഒരു അസുരനെ വളരാൻ അനുവദിച്ചാൽ അത് ലോകത്തിന് ഇതിനേക്കാൾ വലിയ സങ്കടത്തെ കൊടുക്കും എന്ന് എല്ലാം അറിയുന്ന ഭഗവാൻ അറിയുന്നത് കൊണ്ടാണ് അതിന് ഇങ്ങനെയൊരു പര്യവസാനം ഭഗവാൻ കുറിച്ചത്. ഇനി നമുക്ക് 8ാമത്തെ ശ്ലോകം നോക്കാം. ഇത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.